മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ അനന്തുവിനോടും മഹാലക്ഷ്മിയോടുമായിട്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും ഈ നാടകം ഇങ്ങനെ തന്നെ കുറച്ച് ദിവസം തുടരട്ടെ, അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഒന്നും എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഇതുതന്നെ നല്ലത്, ഇവരെല്ലാം ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണമെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നെ ചിതയിലിട്ട് കത്തിക്കുന്നത് വീഡിയോയിൽ കൂടെ മാർക്കോ എന്നെ കാണിച്ചു തന്നു. അത് എനിക്ക് കണ്ടപ്പോൾ വളരെ ദേഷ്യവും സങ്കടവുമാണ് തോന്നിയത്. എൻ്റെ മനസ്സിൽ നിന്നും അതൊരിക്കലും മായാതെ കിടക്കുമെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു ഒന്നൊന്നര സംഭവം തന്നെയായിരിക്കുമെന്നൊക്കെ കണ്ണനോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി. പിന്നീട് മഹാലക്ഷ്മിയെ കണ്ട വിവരം വാമദേവൻ പ്രതാപനോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ വളരെയേറെ ചിരിക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ ചിരി നിർത്താനാകുന്നില്ല. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്? എൻ്റെ വാമേട്ട, എനിക്കിതെല്ലാം കേട്ടിട്ട് ചിരിയാ വരുന്നത്. ഇത്രയും വലിയൊരു അജാനബാഹുവായ അവൻ ഈ പ്രേതത്തെ കണ്ട് ഭയക്കാനോ? ഇവനെന്താ ഈ പറയുന്നത്? പ്രേതവും ഭൂതവും ഒക്കെ ഈ ലോകത്തുണ്ടോ? അതൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ഇപ്പോഴും നിങ്ങളെല്ലാം. ഇത് കേൾക്കുന്ന വാമദേവൻ പറയുന്നുണ്ട് പ്രതാപനോട്, അവൻ്റെ തലയ്ക്ക് അടി കിട്ടുകയും അവൻ ബോധം കെട്ട് വീഴുകയൊക്കെ ചെയ്തെന്ന് പറയുകയാണ്. അത് വല്ല കള്ളന്മാരും ആയിരിക്കും അവനെ അടിച്ചത്, അല്ലാതെ ഇവളൊന്നുമല്ല, നിങ്ങൾക്കതൊക്കെ തോന്നുന്നതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപൻ അത് വീണ്ടും ഒരു നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നൊക്കെയുണ്ട്. എടോ, അവളൊന്ന് മരിച്ചപ്പോൾ ഉടുത്ത സാരി തന്നെയാണ് ഉടുത്തതെന്നൊക്കെയാണ് അവൻ പറയുന്നതെന്നൊക്കെ വാമദേവൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അവളെ ചിതയിലോട്ട് എടുത്തു വെച്ചതിന് ശേഷം വിറകിട്ട് മൂടിയതിന് ശേഷമാണ് ഞാനും മേഘനുമൊക്കെ കണ്ടത്. പിന്നെ എങ്ങനെയാണ് അവൾ ആ സാരി ഉടുത്ത് വരുന്നത്? അതെല്ലാം കത്തിപ്പോയില്ലേ, അവളും അതോടുകൂടി തീർന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വാമദേവൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും നമ്മളൊന്ന് സൂക്ഷിക്കണം, അവളുടെ ആത്മാവ് ഇവിടെ എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടെന്നൊക്കെ പറയുകയാണ്. പിന്നീട് സാഗറിൻ്റെ അടുത്തോട്ടേക്ക് മഞ്ജു വരുന്നുണ്ട്. അന്നേരം സാഗറിനോട് മഞ്ജു ചോദിക്കുന്നു, എന്തിനാണ് എന്നെ കാണാൻ വിളിച്ചത്, എന്താ കാര്യമെന്ന് ചോദിക്കുന്നപ്പോൾ മഞ്ജുവിനോട് പറയുന്നുണ്ട് സാഗർ, എനിക്ക് നിന്നെ കാണാനായിട്ട് തോന്നുന്നുണ്ട്, എനിക്കെപ്പോഴും മഞ്ജുവിനെ കണ്ടുകൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് സാഗറിൻ്റെ മനസ്സെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുകയാണ്, എനിക്ക് മഞ്ജു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, എന്താണെങ്കിലും മേഘനെ പോലെയുള്ള ഒരു ഭർത്താവാകില്ല ഞാൻ പൊന്നു പോലെ മഞ്ജുവിനെ നോക്കിക്കോളാം. മഞ്ജു അതുകൊണ്ട് എന്നോട് ഇഷ്ടമാണെന്ന് സമ്മതിക്കണം, എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് മഞ്ജു എനിക്ക് വേണ്ടി വിവാഹത്തിന് തയ്യാറാകണം എന്നൊക്കെ പറയുകയാണ്. എന്താണെങ്കിലും ഉടനെ തന്നെ അതിനൊരു തീരുമാനം പറയാൻ എനിക്കാവില്ല, അയാളുടെ ഭാര്യയായിട്ട് തന്നെയല്ലേ ഞാൻ ഇപ്പോഴും തുടരുന്നത്, അതുകൊണ്ട് അതിനൊരു തീരുമാനമായിട്ട് ഞാനൊരു മറുപടി സാഗറിനോട് പറയുന്നതായിരിക്കും എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട്. എന്താണെങ്കിലും ഏട്ടത്തിയുടെ പ്രേതത്തെ കണ്ട് ഭയന്ന് വിറച്ചിരിക്കുകയാണ് അയാളെന്ന് പറയുകയാണ് മഞ്ജു. എത്ര കാലം വേണമെങ്കിലും മഞ്ജുവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് സാഗർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നീട് വാമദേവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രതാപൻ അമ്മയോട് പറയുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, നീ അതും തള്ളിക്കളയണ്ട, അവളുടെ ആത്മാവ് ഇവിടെ എവിടെയെങ്കിലും അലഞ്ഞു നടപ്പുണ്ടാവും, അവൾക്ക് ദൈവങ്ങളെ കൂട്ടുപിടിച്ച് നടക്കുന്നവളല്ലേ, അപ്പോൾ അത് പറയുന്നത് നീ തള്ളിക്കളയണ്ട എന്ന് പറയുന്നുണ്ട്. അമ്മ എന്താണ് ഈ പറയുന്നത്? അവൾ അങ്ങനെയൊന്നും ഇവിടെയൊന്നും ഉണ്ടാകില്ല, അവൾ മരിച്ച് ഒരു പിടി ചാരമായില്ലേ അമ്മേ, പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇതൊക്കെ വെറുതെ തോന്നുന്നത്, അയാൾക്ക് മരിച്ചു പോയവരൊന്നും ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലേ, ഇതൊക്കെ വെറുതെ ഒരു തോന്നൽ മാത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടെയും തള്ളിക്കളയാണ്. മഹാലക്ഷ്മിയുടെ പ്രേതം അവിടെയും വരുമെന്നൊക്കെ മുത്തശ്ശി വിശ്വസിച്ചിരിക്കുകയാണ്. പിന്നെയുള്ള എപ്പിസോഡിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.